Thank you, Shri Biju Pianto, for that report. ഇനി നമ്മുടെ ഇടുക്കി ഫെസ്റ്റ് സുവനിയർ റിലീസിൻ്റെ സമയമാണ്. തീർച്ചയായിട്ടും അതൊരു നമ്മൾ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. സുവനിയർ ഇസ് സംതിങ് ദാറ്റ് കമ്മമറേറ്റ്സ് ആൻ ഇവൻറ്റ്, ആൻഡ് വാട്ട് ബെറ്റർ വേ ടു റിമെമ്പർ ദിസ് ഇടുക്കി ഫെസ്റ്റ് ദാൻ ത്രൂ ദിസ് സ്പെഷ്യൽ സുവനിയർ. ഇതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു ശ്രീ ജോസഫ് തോമസ് മുക്കൻ തോട്ടത്തിൽ to present the souvenir to our honorable MP, Advocate Joyce George. ബഹുമാനപ്പെട്ട എം പി ഇപ്പോൾ അത് റിലീസ് ചെയ്യുന്നതായിരിക്കും. സുവനിയർ ശ്രീ ജോസഫ് തോമസ് മുക്കൻ തോട്ടത്തിൽ പ്രസന്റ് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എം പി അത് റിലീസ് ചെയ്യുന്നു. ദി ഇടുക്കി ഫെസ്റ്റ് സുവനിയർ 2015. Thank you, Mr. Joseph. Thank you, Honorable MP. Moving on with the program, I now invite Sri Varghese Pudugulungara, Director, Norca Welfare Board, to give his felicitation speech. Sir, may I invite you to give us a few words. പ്രിയങ്കരനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഇടുക്കി അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ പ്രിയങ്കരനായ ശ്രീ ജോയ്സൺ, പ്രിയങ്കരനായ ഇടുക്കി പാർലമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യനായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോയിസ് ജോർജ്, ഈ വേദിയിലൊരുക്കുന്ന ഇടുക്കി അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ബിജു, ശ്രീ ബെന്നി, മറ്റു സ്നേഹം നിറഞ്ഞ കുവൈത്തിലെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇടുക്കി അസോസിയേഷൻ്റെ ഭാരവാഹികളെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇടുക്കി അസോസിയേഷൻ 10ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസം ഇന്ന് ലോകത്താകമാനം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ പൗരനും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രസക്തിയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയുടെ 67ാമത് രക്തസാക്ഷി ദിനമായി ഇന്ന് ആചരിക്കുന്ന കുവൈത്തിലും ആചരിച്ചു. ആദ്യമായി രാഷ്ട്രപിതാവിൻ്റെ ആത്മാവിന് മുമ്പിൽ ഒരു നിമിഷം ഈ സന്ദർഭത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ഇടുക്കി അസോസിയേഷനെ കുറിച്ച് പറയുമ്പോൾ മറ്റാരേക്കാൾ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ കഴിയും. 2005 സെപ്റ്റംബർ മാസം 5-ാം തീയതി നമ്മുടെ പ്രിയങ്കരനായിരുന്ന ഇടുക്കിയുടെ മുൻ MP ശ്രീ PT തോമസിന്, അന്ന് അദ്ദേഹം MLA ആയിരുന്നു, ഒരു തേജസ്വി പുരസ്കാരം നൽകുവാൻ വേണ്ടി അദ്ദേഹത്തെയും കുടുംബാംഗത്തെയും കുവൈത്തിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഒരാശയമായിരുന്നു, ഇടുക്കി നിവാസികൾക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാകണമെന്ന്. ആ ആഗ്രഹം പ്രിയപ്പെട്ട ശ്രീ ജോയി മുണ്ടക്കാടിനെയും സണ്ണി മണർകാടിനെയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2005 സെപ്റ്റംബർ മാസം 7-ാം തീയതി PT തോമസും കുടുംബാംഗങ്ങളും താമസിച്ച വീട്ടിൽ ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഇടുക്കിയിലെ കുറേ സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി ശ്രീ PT തോമസിൻ്റെ സാന്നിധ്യത്തിൽ രൂപീകരിച്ച ഇടുക്കി അസോസിയേഷനാണ് 10ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടുക്കി നിവാസികൾ എക്കാലത്തും കുവൈത്തിൻ്റെ ഈ മണലാരുണ്യത്തിൽ നടത്തിയിട്ടുള്ള ചരിത്രപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ ശ്രീ ജോയിസ് ജോർജിനെ കുറിച്ച് ഒരു വാക്ക് പറയുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. അദ്ദേഹം ജന്മം കൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനാണ്, കർമ്മം കൊണ്ട് അദ്ദേഹം ഇവിടെ വരെ എത്തി. നിങ്ങൾക്കറിയാം, 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PT തോമസ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇടുക്കിയിൽ വന്നപ്പോൾ ഇംഗ്ലീഷിലുള്ള പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട ജോയിസ് ജോർജ് ആണ് എന്നുള്ള വിവരം ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എല്ലാ
പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പൊതുപ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായിരുന്ന ഈ സംഘടനയുടെ രക്ഷാധികാരിയായിരുന്ന PT തോമസിൻ്റെ ആശംസ കൂടി ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇടുക്കി അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Thank you, sir. As was mentioned earlier in the speech by our General Secretary, charity does indeed begin at home. IAK has always been in the forefront for many such occasions. Let me invite George to explain about our own charity funds, Karunya Nidhi. Yes, Sharon, absolutely. And yet again, the IAK have opened their hearts as a token of dedication towards our fellow brothers and sisters. No matter what the religion or race, to share with the less fortunate is something that should never be compromised. And what better occasion than today? Karunya Nidhi. Ladies and gentlemen, may I now invite the president of IAK, Mr. Jason Jacob Kalyanal, to come forward and hand over the check to the Honorable MP Advocate Joyce George. The check is presented by Mr. Jackson to Mr. Joyce George. Joyce George ഇപ്പോൾ ബഹുമാനപ്പെട്ട MP-ക്ക് കാരുണ്യനിധി കൈമാറുന്നു. Yes, ladies and gentlemen, a helping hand to those less fortunate, a symbol of our love and compassion. Karunya Nidhi. Nani Sri Jason, Nani Bahmanpata MP. So that was indeed a crowning moment. Next, I have the pleasure of inviting Shri Sharafuddin Kannot, Norka, to give his felicitation speech. Okay, he has... Unfortunately, he's not been able to here. make it. Okay, let's move on. Mr. Raju Sakria, he is next. The Secretary General of the Kerala United District Association. Mr. Raju Sakria, I invite you to say a few words. ഇടുക്കി അസോസിയേഷൻ്റെ പ്രസിഡന്റും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ ജെയ്സൺ, ഇടുക്കി MP ശ്രീ ജോയ്സ് ജോർജ്, ജനറൽ സെക്രട്ടറി ശ്രീ ബിജു, ജനറൽ കൺവീനർ ശ്രീ ബെന്നി പെരിക്കലേത്ത്, ട്രഷറർ ശ്രീ മാത്യു, എൻ്റെ മുൻപിലിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെ, വിവിധ സംഘടനാ നേതാക്കളായ വർഗീസ് പുതുക്കുളങ്ങര, ചെസിൽ രാമപുരം, ജയസജി, രഘുനാഥൻ നായർ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ മലയോര പ്രദേശമായ ഇടുക്കിയുടെ സഹോദരി സഹോദരന്മാരെ, ഇടുക്കി അസോസിയേഷൻ്റെ 10ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം വർഗീസ് പുതുക്കുളങ്ങനെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി അസോസിയേഷൻ്റെ പ്രഥമ യോഗത്തിൽ ശ്രീ PT തോമസ്, അന്നത്തെ തൊടുപുഴ MLA ആയിരുന്ന ശ്രീ PT തോമസോടൊപ്പം ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ കോട്ടയം ജില്ലക്കാരനാണെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ അഭൂതപൂർവമായ വളർച്ച, ഈ സംഘടനയുടെ വളർച്ച നോക്കിക്കണ്ട് സന്തോഷിച്ചിരുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ഈ സംഘടന സാധാരണ റൊട്ടീൻ പ്രവർത്തനങ്ങളോടൊപ്പം പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് കുവൈറ്റിലെ മറ്റൊരു ജില്ലാ സംഘടനയും ചെയ്യാത്ത രീതിയിലുള്ളതാണ് എന്നുകൂടി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സൺഡേ മണ്ണർകാട് പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നു, 56 വീടുകൾ, നിർദ്ധരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് തയ്യൽ മെഷീൻ തുടങ്ങി കൊടുത്ത് നിർധനരായ ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, ദുഃഖിക്കുന്ന ആളുകളുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ആർജവം ഇടുക്കി ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ അഭിമാനമെന്ന് ഞാൻ പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ ഇടുക്കിക്ക് സ്വന്തമായി ഒരു ഓൺലൈൻ പത്രമുണ്ട്. അതും നടത്തുന്നത് നിങ്ങളുടെ മുൻ പ്രസിഡന്റ് ശ്രീ സണ്ണി മണറോട് ആണ്, satyam.com. സോ ഇടുക്കിയുടെ വാർത്തകൾ എന്നും
ഈ പത്രത്തിൽ എന്നും കാണാം ഇടുക്കിയുടെ വാർത്തകൾ വളരെ സജീവമായി. അതും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യം തന്നെയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നു. ബെന്നി പെരിക്കലത്തിനോട് പറഞ്ഞ് 2 മിനിറ്റേ ആകാവുള്ളൂ, അതുകൊണ്ട് ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇടുക്കി ജില്ല വളരെ ശക്തമായി മുന്നോട്ട് പോകും. എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. It is true, we are not just people from Idiki. We have a lot of eminent personalities here who has always been supporting us through every stage of Idiki Association. Let me move on. I always love to get presents and mementos. It feels like you've been awarded and appreciated. Right, George? Sharon, before you get emotional and ask for a gift, it's time for the presentation of the mementos tonight. So I invite the General Secretary and the Treasurer of Idiki Association, Mr. Matthew, and also the Idiki Association President to be on stage for the presentation of the mementos. Just waiting for the list. Let us begin the memento. Now invite our President, Mr. Jason Jacob, to give away the memento of our appreciation to our Honorable MP. This is the presentation of the memento to our Honorable MP. Let's give them Advocate a round Joyce of George. applause. Now let me invite Ms. Beena Biju to come onto the stage, please. Ms. Beena Biju To receive the memento from the Honorable MP, Sri Joyce George. Thank to you, ma'am. appreciate the design of our Karuninidhi Fund flyers, let me invite Bindu Anand to receive her memento. Ms. Let me invite Gigi Matthew to please come over and get your memento of appreciation. Next, let me invite Levina B. Shaju for successfully completing her 12th grade studies. Here is a token of appreciation from IAK. Yes, we have Levina's After mother this, here. Mr. Jaimon KG, in recognition of your valuable support and participation in the sports activities of the association, Mr. Jaimon KG, please come forward to receive your memento. Yeah. Jewel Joy for completing her 12th grade studies. Next, let me invite Joshua Shaju for completing his 10th grade studies successfully. Here is a moment of appreciation from IAK. Joshua Shaju. Yes, we have Joshua Shaju's mother here to collect his award. Next, let me invite Eileen Rose to come and collect her memento of appreciation. Eileen Rose Joseph, in recognition of your successful completion of the class 10. Siddharth Sajeev, in completing his 10th grade studies successfully. Mr. Siddharth Sajeev, if you are here, please do come to the stage. അടുത്തായി ഷെൽവിൻ അലീന ജോൺ. ഷെൽവിൻ അലീന ജോൺ. സുഹൃത്തുക്കളെ, ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ അസോസിയേഷൻ്റെ ഫൗണ്ടർ പ്രസിഡൻറ്റ് ശ്രീ ജോയ് മുണ്ടക്കാടിൻ്റെ ആശംസകൾ നിങ്ങളെ അറിയിക്കാനാണ്. അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ്. നാട്ടിൽ ഒരു അരമണിക്കൂറും അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. അപ്പോൾ ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ അസോസിയേഷൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും അദ്ദേഹം എല്ലാ ആശംസകളും നേർന്നിരിക്കുന്നു. ഈ പ്രത്യേക ഫംഗ്ഷനും
എല്ലാവിധ ആശംസകളും അതിന് നേരുകയുണ്ടായി. അത് ഞങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു. I can't believe this is time to end the official ceremony. Saying thank you is always a mark of respect and honor. And let me invite Mr. Matthew, the treasurer of IAK, to give the vote of thanks. നമ്മുടെ ആദരണീയനായ ഇടുക്കി MP അഡ്വക്കേറ്റ് ശ്രീ ജോയ്സ് ജോർജ്, നമ്മുടെ ചീഫ് ഗസ്റ്റ്, ഇടുക്കി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ജെയ്സൺ കാലിയാനി, ജനറൽ സെക്രട്ടറി മിസ്റ്റർ ബിജു പി ആൻഡോ, നമ്മുടെ ഫെസ്റ്റ് കമ്മിറ്റി കൺവീനർ മിസ്റ്റർ ബെന്നി പെരിക്കില, മറ്റ് നമ്മുടെ ഇൻവൈറ്റഡ് ഗസ്റ്റ്, സ്പോൺസേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ഓൾ other IAK family members, our media friends and all other members. ഞാനൊരു നീണ്ട നന്ദി പ്രമേയത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ ഷെഡ്യൂള് ഒരു സ്വല്പം ബ്രേക്ക് ആയിട്ടുണ്ട്. അതിനാൽ ഞാൻ വളരെ ഷോർട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇതിലെ കാര്യത്തിലേക്ക് തന്നെ നേരിട്ട് കടക്കുകയാണ്. ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വമാണ് ഇവിടെ നിൽക്കുന്നത്. ഈ വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇത് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ അസോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമയമാണ് ഏറ്റവും ഒരു മെയിൻ ഫാക്ടർ. എല്ലാവരും ഓരോ ലെവലിൽ ഓരോ ബിസി ഷെഡ്യൂളിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പം അവരുടെ എല്ലാം സമയങ്ങൾ ഇതിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊരു മെഗാ ഈവൻ്റ് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധ്യമായി. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് കാണുന്നതിലെ ഞങ്ങൾ നടപ്പാക്കിയ കാരുണ്യനിധി ആണ്. 101 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിഞ്ഞു. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റായി കാണുകയാണ്. പിന്നെ നമ്മുടെ ബഹുമാന്യനായ MP പറഞ്ഞതുപോലെ ഇടിയെക്കുറിച്ച് എല്ലാവരും ഇവിടെ ഒരുപാട് വിശദീകരിച്ചു. ഇനിയും അതിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വളരെ തിരക്കിട്ട ഷെഡ്യൂളുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ നമ്മുടെ ചീഫ് ഗസ്റ്റ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇടുക്കി MP, ഞാൻ അദ്ദേഹത്തെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരുകയും നമുക്കായി നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കുകയും ചെയ്ത നമ്മുടെ MP ശ്രീ ജോയ്സ് ജോർജിന് ഇടുക്കി അസോസിയേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയാനുള്ളത് നമ്മുടെ പ്രസിഡൻ്റാണ്. ഇടുക്കി അസോസിയേഷൻ്റെ ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ നല്ല രീതിയിൽ കോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ ജെയ്സൺ കാളിയാനിൽ, അദ്ദേഹത്തെ ഞാൻ ഇടുക്കി അസോസിയേഷൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. അടുത്തതായി നമ്മുടെ ജനറൽ സെക്രട്ടറി, വളരെ സൗമ്യനായ വളരെ കർമ്മോത്സുകനായ നമ്മുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല. നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ ഈ ടെക്നിക്കാലിറ്റിയാണ് ഏറ്റവും ഹൈ ആയിട്ട് പുള്ളിയുടെ ഒരു ഹൈലൈറ്റ്സ്. അതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ മെഗാ ഫെസ്റ്റിനെ ഒരു വിജയമാക്കി മാറ്റുന്നതിലേക്ക് അക്ഷീണം പ്രവർത്തിച്ച ശ്രീ ബിജു പി ആൻഡോയ്ക്ക് ഞാൻ നന്ദി ഇടുക്കി അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ സ്പോൺസേഴ്സാണ്. ഇങ്ങനെയൊരു ഒരു മെഗാ ഫെസ്റ്റ് നടത്തണമെങ്കിൽ ഇടുക്കി അസോസിയേഷനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സ്പോൺസേഴ്സിനെ കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് ധാരാളം സ്പോൺസേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ മെഗാ സ്പോൺസറിൻ്റെ ലെവലിലുള്ള നമ്മുടെ അബോട്ട് ന്യൂട്രീഷൻസ് ഉണ്ട് ഇവിടെ, UC മാസ്, മലബാർ ഗോൾഡ് ആൻഡ് ഓൾ അതർ സ്പോൺസേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി അവരെ അറിയിക്കുന്നു. നമ്മുടെ റാഫിൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ജോയി ആലുക്കാസ്, അവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കുവൈറ്റിലെ എല്ലാ
മാധ്യമ സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും കുവൈറ്റിലെ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ എക്സിക്യൂട്ടീവാണ്. കഴിഞ്ഞ ഒരു വർഷമായി അസോസിയേഷനെ നല്ല രീതിയിൽ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല ഓഫീസ് ബിയറേഴ്സിനെ ബാക്ക് ബോണായി നിന്ന് പ്രവർത്തിച്ച നമ്മുടെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ഞാൻ ഈ അവസരത്തിൽ ഈ അസോസിയേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ ഈവൻ്റ് ലൈറ്റ് സൗണ്ട് എല്ലാം തന്ന് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഡിലൈറ്റ്സ് ഗ്രൂപ്പ്, അവരെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ഈവൻറ്റിന് ഫുഡ് സപ്ലൈ നൽകുന്ന സൺറൈസ് റെസ്റ്റോറൻറ്റ്, അവരെയും ഈ അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിയിട്ടുള്ള ഈ ചിരിമേളം എന്ന മെഗാ ഷോ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്ന ടിനി ടോം ആൻഡ് ടീം, അവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. മറ്റ് എല്ലാ നമ്മുടെ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ രീതിയിലും സഹകരിച്ച കാരുണ്യനിധിയെയും അങ്ങനെയുള്ള എല്ലാ പ്രോജക്റ്റുകളെയും നല്ല രീതിയിൽ ഒരു വിജയമാക്കി തീർക്കുവാൻ വേണ്ടി സഹകരിച്ച നമ്മുടെ എല്ലാ നമ്മുടെ മെമ്പേഴ്സ് അല്ലാതെ നമുക്ക് പുറത്തു നിന്നും ഒരുപാട് സപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ആരെയെങ്കിലുമൊക്കെ ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട MP നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ഈ അവസരത്തിൽ നമ്മളൊരു കേക്ക് മുറിച്ച് നമ്മൾ അല്പം മധുരം പങ്കിടാം. കേക്ക് കൊണ്ടുവരാനായി ക്ഷണിക്കുന്നു. Added treat ആയിട്ട് ബർത്ത്ഡേസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതെ അതെ, adults and children, anybody celebrating their birthday today, അല്പം മധുരം ബഹുമാനപ്പെട്ട നമ്മുടെ MP കാൻഡിൽ ലൈറ്റ് ചെയ്ത് ഇതാ കേക്ക് മുറിക്കുന്നു. The lucky young girl who's celebrating her birthday today. Oh, happy birthday. ഈ കുട്ടിയുടെ പേരൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി സ്റ്റേജിലേക്ക് വരണം. ഈ മോളുടെ പേരൻസ് ബഹുമാനപ്പെട്ട MP തന്നെയാണ് ക്ഷണിക്കുന്നത്. പ്ലീസ് കം. ഒരു സുവർണ നിമിഷം. Yes, that is wonderful. മോളിച്ചിരി കേക്ക് കൊടുക്ക്. വാവ്, എല്ലാരും ഒന്ന് കൈയടിച്ച്. എന്തോ ഇത്, കമോൺ. കാരിക്കേച്ചർ പ്രസന്റേഷനിലൂടെ ദേശീയ റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രകാരൻ ഇപ്പോൾ 49 രാജ്യങ്ങളിലെ കാരിക്കേച്ചർ പ്രസന്റേഷനിലൂടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയിരിക്കുന്നു. ജോൺ ആർട്സ് കലാഭവൻ നമ്മുടെ ബഹുമാനപ്പെട്ട MP-യുടെ കാരിക്കേച്ചറുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിന്റെ പ്രകാശനം. Thank you very much, Mr. John Arts, for this wonderful appreciation. Fantastic. Thank you. ഇതോടുകൂടി പബ്ലിക് ഫംഗ്ഷൻ അവസാനിക്കുകയാണ്. Thank you very much to our honorable MP, Advocate Joyce George. Thank you for all the IAK members. Now let us welcome the cultural team of Tini Tom and his group to the stage. We are handovering this totally to them and they'll be guiding you along now. Thank you. Good evening, ladies and gentlemen. സഹൃദരായ എല്ലാ കലാസ്നേഹികളെയും സന്തോഷപൂർണ്ണമായ
ഒരു വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിദ്ദിഖ്. എത്തിയിരിക്കുന്നു കുവൈറ്റിലെ സംഗീത കൂട്ടായ്മയായ ഡിലൈറ്റ് മ്യൂസിക് ബാൻഡിനൊപ്പം ഇടുക്കി ഫെസ്റ്റിവലിൻ്റെ മനോഹരമായ ഒരു വേദിയിൽ. എനിക്കറിയാം എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഹൃദയം നിറയെ നന്മയും മനസ്സ് നിറയെ സന്തോഷവുമുള്ള നല്ലൊരവസ്ഥ. സന്തോഷമുണ്ട് ഇത്തരമൊരു വേദിയിൽ നിങ്ങളോട് കൂടി ഒരു അല്പസമയം പങ്കിടാൻ കഴിഞ്ഞതിൽ ആത്മാർത്ഥമായി നന്ദിയോതുന്നു. നമുക്കറിയാം ഇന്ന് റിയൽ അല്ലാത്ത റിയാലിറ്റി ഷോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിലേക്ക് തികച്ചും വ്യത്യസ്തമായി കുറച്ച് റിയൽ കലാകാരന്മാരെ അവതരിപ്പിക്കുകയാണ് ഡിലൈറ്റ് മ്യൂസിക് ബാൻഡ് ഈ ഷോയിലൂടെ. ഇന്ന് ഏതൊരു ഷോയുടെയും വിജയം എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന SMS-കളാണ്. ഇവിടെ ഈ ഷോയിലേക്കും നിങ്ങളുടെ വിലയേറിയ SMS ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വിലയേറിയ SMS എന്ന് പറയുമ്പോൾ ആരും ഫോണൊന്നും എടുത്ത് മാറ്റണ്ട, മറിച്ച് നിങ്ങളുടെ മനോഹരമായ കൈകൾ കൂട്ടിയടിക്കുന്ന ആ ശബ്ദം, അതാണ് നമ്മുടെ ഈ ഷോയുടെ SMS. എല്ലാവരും ആത്മാർത്ഥമായി ആദ്യമേ തന്നെ കുറച്ച് SMS അങ്ങ് അയച്ചാൽ നമുക്ക് അങ്ങ് തുടങ്ങി വയ്ക്കാം. ഒന്ന് കാര്യമായിട്ട് ഓക്കെ, നിങ്ങളുടെ ഈ SMS-ൻ്റെ ഊർജ്ജത്തോടു കൂടി തന്നെ നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. കേരളക്കരയായി ഹിറ്റായി മാറിയ തൈക്കൂടം ബ്രിഡ്ജ് എന്ന സൂപ്പർ ഹിറ്റ് ടീമിൻ്റെ നൊസ്റ്റാൾജിയ എന്ന മനോഹരമായ ഗാനത്തോടെ നമ്മൾ ആരംഭിക്കുന്നു. വേദിയിലെത്തുന്നു നൊസ്റ്റാൾജിയ 2 വേർഷനുമായി ഡിലൈറ്റ് മ്യൂസിക്കിന്റെ കലാകാരന്മാർ. ഒരു നല്ല കൈയുടെ ഒരു സ്വാഗതം ചെയ്യാം. വെൽക്കം.
താങ്ക് യു വെരി മച്ച്. ഗൃഹാതുരത്വം ഉണർത്തുന്ന മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കിയ നൊസ്റ്റാൾജിയ 2 ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു നല്ല കൈയടി തായോ, എന്നാലല്ലേ നമുക്ക് ഷോ അങ്ങ് തകർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മലയാളികൾക്ക് മലയാളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംഗീത വിരുന്നിൽ ഇനി ഒരു ഹിന്ദി ഗാനമാണ്. മേരെ ഡോലിനെ തുടങ്ങുന്ന അടിച്ചുപൊള്ളി ഗാനവുമായി എത്തുകയാണ് ഡിലൈറ്റ് മ്യൂസിക്കിന്റെ ഗായിക ജൂലിയ അനിൽ. যে তোমা শুধু যে তোমা আমি যে তোমা मेरे ढोलना सुन मेरे प्यार की धुन मेरे ढोलना सुन मेरे चाहते
सांसों में तेरे सरगमे है अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन सांसों में तेरे सरगमे है अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन तेरी धड़कनों की सरगोशी मेरी धड़कनों में बजती है मेरे जागती निगाहों में ख्वाहिश तेरी ही सजती है मेरे ख्याल में हर पल तेरे ख्याल शामिल है लम्हे जुदाइयों वाले मुश्किल बड़ी ही मुश्किल है ओ पिया निजा 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 धनी 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 पद 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 गम पद निजा पानी निजा पानी निजा पानी निजा पानी निजा गम पद निजा पद निजा पद निजा गम पद निजा